ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ടി വി ജോയ്. ഞാൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ പോളിസി വിൽപ്പന രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ലൈഫ് ഇൻഷുറൻസ് കാലാകാലങ്ങളിൽ ഇറക്കുന്ന പല പദ്ധതികളുണ്ട്. അതിൽ മണി ബാക്ക് ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനാണ്. ന്യൂ മണി ബാക്ക് എന്ന് പറഞ്ഞിട്ട് 25 വർഷത്തെ ടൈമാണ്. അതിൽ 5 കൊല്ലം കഴിയുമ്പോൾ പൈസ കിട്ടുന്ന പദ്ധതിയാണ്. 13 വയസ്സായ കുട്ടി മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്കാണ് അത് ചേരാനായിട്ടുള്ള അർഹത. മിനിമം സം അഷ്യൂർഡ് 2 ലക്ഷം രൂപയാണ്. മണി ബാക്ക് എന്ന് പറയുമ്പോൾ 5 വർഷത്തിൽ, 10 വർഷത്തിൽ, 15 വർഷത്തിൽ, 20 വർഷത്തിൽ മണി ബാക്ക് കിട്ടും. ലൈഫ് ഇൻഷുറൻസ് ഇറക്കിയിരിക്കുന്ന ഈ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഈ മണി ബാക്ക്, ഈ പ്ലാനിന് 5 കൊല്ലത്തെ ഇളവുണ്ട്. ലാസ്റ്റത്തെ 5 കൊല്ലം പ്രീമിയം അടയ്ക്കേണ്ട. LIC ഇറക്കുന്ന ഓരോ പദ്ധതിക്കും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകളും ഡിസ്കൗണ്ടുകൾ അങ്ങനെ പല ഇതോടുകൂടിയിട്ട് ഇറക്കുന്നതായതുകൊണ്ട് എടുക്കുന്ന വ്യക്തികൾക്ക് നല്ല ലാഭവും ബെനിഫിറ്റുമാണ്. അപ്പോൾ 25 വർഷത്തെ പ്ലാനിൽ 20 വർഷം പൈസ അടച്ചാൽ മതി. 20 വർഷത്തിനുള്ളിൽ പാർട്ടിക്ക് 60% പൈസ കൊടുത്ത് തന്നിരിക്കും. 5-ാമത്തെ വർഷം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി ചേരുന്ന വ്യക്തി 5-ാമത്തെ വർഷം 10 ലക്ഷത്തിൻ്റെ പോളിസിക്ക് 1.5 ലക്ഷം രൂപ 5 കൊല്ലം കഴിയുമ്പോൾ, 10 കൊല്ലം കഴിയുമ്പോൾ 1.5 ലക്ഷം രൂപ, 15 കൊല്ലം കഴിയുമ്പോൾ 1.5 ലക്ഷം രൂപ, 20 വർഷം കഴിയുമ്പോൾ 1.5 ലക്ഷം രൂപ, പിന്നെ 21-ാമത്തെ വർഷം മുതൽ 25 വർഷം വരെ പ്രീമിയം അടയ്ക്കേണ്ട. 5 കൊല്ലം വെയിറ്റിംഗ് പീരീഡാണ്. 25 വർഷം തികയുമ്പോൾ ഇതിന് ഫൈനൽ അഡീഷണൽ ബോണസ് ബാലൻസ് സം അഷ്യൂർഡ് 40% പാർട്ടിക്ക് തിരിച്ചു കൊടുക്കും. നല്ല സ്കീമാണല്ലോ. കാരണം എന്ന് വെച്ചാൽ 20 വർഷത്തിനുള്ളിൽ പാർട്ടി അടച്ചതിൻ്റെ 60% കൊടുത്തു കഴിഞ്ഞ് പിന്നെ LICയിൽ 40% ഉള്ളൂ. അപ്പോൾ എന്നാലും അതിൻ്റെ പ്രോഫിറ്റ് 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്ന വ്യക്തിക്ക് 16 ലക്ഷത്തി ചില്ലാൻ രൂപ വീണ്ടും കൊടുക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഇയർലി അടയ്ക്കുന്നതിന് 2%, ഹാഫ് ഇയർലി അടയ്ക്കുന്നതിന് 1% റിബേറ്റ് ഉണ്ട്. പിന്നെ ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ലോൺ എടുക്കാം. പിന്നെ നോർമൽ ഡെത്ത്, ആക്സിഡൻറ്റ് ഡെത്ത്, പെർമനൻറ്റ് ഡിസേബിലിറ്റി കവറേജ്, അങ്ങനെയുള്ള കവറേജുകളുണ്ട്. പിന്നെ കൊളോട്ടറി സെക്യൂരിറ്റിൻ്റെ ബോണ്ടൊക്കെ കുറികൾക്കോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ലോൺ എടുക്കാനായിട്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത, ഈ പോളിസി ചേർന്ന് ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സം അഷ്യൂർഡും ബോണസും കൂടി നോമിനിക്ക് കൊടുക്കും. പെർമനൻറ്റ് ഡിസബിലിറ്റിയിൽ എന്തെങ്കിലും സംഭവിച്ച ആക്സിഡൻ്റ് ആയിട്ട് ആൾ മരിക്കണില്ലെങ്കിൽ 10% 10 കൊല്ലം കൊടുക്കും. കാലാവധി അവസാനിക്കുമ്പോൾ സാധാരണ സം അഷ്യൂർഡും ബോണസും ഫൈനൽ അഡീഷണൽ ബോണസോടു കൂടി ആൾ ജീവിച്ചിരിക്കണമെങ്കിൽ അപ്പോൾ കൊടുക്കും. ഈ 10 വർഷം ആൾ കിടക്കുന്ന കാലഘട്ടത്ത് 10%, 10 ലക്ഷത്തിന് 1 ലക്ഷം വെച്ച് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ അഡീഷണലായിട്ട് ബെനിഫിറ്റ്. അപ്പോൾ ഇതിലുള്ള ബെനിഫിറ്റ് അഡീഷണൽ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത് ലാസ്റ്റത്തെ 5 കൊല്ലം പ്രീമിയം അടയ്ക്കണ്ട. 25-ൽ 20 വർഷം അടച്ചാൽ മതി. പിന്നെ കാലാവധിക്കുള്ളിൽ 60% പൈസയും നിങ്ങൾക്ക് തന്നിരിക്കും. ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് അക്കൗണ്ടിലേക്ക് പോയിരിക്കും 60% പൈസ. ബാക്കി 40% ഉള്ളൂ. ആ 40%-ന് തന്നെയാണ് 16 ലക്ഷം രൂപയോളം അവസാനിക്കുമ്പോൾ വേറെ ഉണ്ടായിരിക്കും. പിന്നെ അത് മെച്യൂരിറ്റി വരുന്നത് ക്കുള്ളിൽ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ പെയ്ഡപ്പ് അനുസരിച്ചായിരിക്കും അത് കിട്ടുക. വലിയ കുഴപ്പമില്ലാത്ത നല്ല സ്കീമാണ്. മണി ബാക്ക് ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വ്യക്തികൾക്ക് നടക്കും. ഒന്നും പെൻഡിങ്ങിലായി വരുന്നില്ല, ഡെഡ് മണി ആയിട്ട് വരുന്നില്ല. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ലോണും കിട്ടും. മണി ബാക്ക് കിട്ടിയ പോളിസിയിൽ നിന്ന് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇതിൽ ലോണിൻ്റെ നിങ്ങൾ അടച്ചതിൻ്റെ പെയ്ഡപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ലോണും തരും. മൊത്തം നല്ലൊരു പദ്ധതിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. സാമാന്യം നല്ല രീതിയിൽ നല്ല സെല്ലിങ് നടക്കുന്ന പദ്ധതിയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയം കാൽക്കുലേഷൻ എങ്ങനെ വരുന്നുള്ളത് മാത്രം ഇതിൽ പറഞ്ഞ് തരാം. 30 വയസ്സായ ഒരു വ്യക്തി 25 വർഷത്തെ ടേം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് മന്ത്ലി 5339 രൂപ അടച്ചാൽ മതി. 5-ാമത്തെ വർഷം 1.5 ലക്ഷം രൂപയാണ് കിട്ടണേ. 10 ലക്ഷത്തിൻ്റെ പോളിസി 1.5 ലക്ഷം രൂപ. 10-ാമത്തെ വർഷം 1.5 ലക്ഷം രൂപ. 15-ാമത്തെ വർഷം 1.5 ലക്ഷം രൂപ.
20ാമത്തെ വർഷം 1.5 ലക്ഷം രൂപ. അപ്പോൾ 5ലും 10ലും 15ലും 20ലും 1.5 ലക്ഷം വെച്ച് കിട്ടിയത് 6 ലക്ഷം രൂപയുണ്ട്. അത് കഴിച്ച് ബാക്കി 4 ലക്ഷം രൂപ സം അഷ്യൂർഡിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ബാലൻസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഇനി 16,50,000 രൂപ വേറെ LICയിൽ നിന്ന് തരുന്നതായിരിക്കും. നല്ല ലാഭമല്ലേ? ഡെഡ് മണി ആയിട്ട് കിടക്കുന്നില്ല പൈസ. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ലോണ്, മണി ബാക്ക്, കവറേജുകൾ, എല്ലാ ബെനിഫിറ്റുകളും അടങ്ങിയിട്ടുള്ള പദ്ധതിയാണ്. ഇയർലി അടയ്ക്കുന്നതിന് പറഞ്ഞ പോലെ തന്നെ 2%, ഹാഫ് ഇയർലിക്ക് 1% കൊടുക്കുന്നത്. ലോൺ എടുക്കണമെങ്കിൽ 9.5% ലോൺ ഇൻട്രസ്റ്റാണ് ഇതിൽ വാങ്ങിക്കണത് LIC. അപ്പോൾ നിങ്ങൾ ചേർന്ന് 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമർജൻസി അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പേഡപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈഫ് ഇൻഷുറൻസിൻ്റെ നിങ്ങൾക്ക് ഇടവേളയായിട്ട് കിട്ടാവുന്ന വിധത്തിലുള്ളൊരു മണി ബാക്ക് പോളിസിയാണത്. എല്ലാവരും ഇതിലൊരു അംഗമായി തീരും. നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ കുറേശ്ശെ പൈസ നിങ്ങളുടെ പോക്കറ്റിൽ വരട്ടെ, നിങ്ങളുടെ അക്കൗണ്ടിൽ വരട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചെറിയ എമൗണ്ട് ആയാലും കുറച്ച് കൂട്ടി വെച്ച് നിങ്ങൾ മണി ബാക്ക് പോളിസി ചെയ്തത്. മിനിമം 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷത്തിൽ മേലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സമ്മർഷോട് 1 കോടിയോ 2 കോടിയോ എത്ര വേണമെങ്കിലും എടുക്കാം. നമുക്ക് പ്രോബ്ലം ഇല്ല. എൻ്റെ പേര് TV ജോയി. മൊബൈൽ നമ്പർ 9447529452. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ലിങ്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.